ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബസ് ബഹൂത്ത് ഹോ ചുക്ക എന്ന കവിതയെക്കുറിച്ചാണ്. ബസ് ബഹൂത്ത് ഹോ ചുക്ക കിസ്കി കവിത ഹൈ? ഓം പ്രകാശ് വാൽമീകി കി കവിത ഹൈ. കവിതയെ പരിചയപ്പെടുന്നതിന് മുന്നേ നമുക്ക് ആരെ പരിചയപ്പെടേണ്ടതുണ്ട്? കവിയെ പരിചയപ്പെടേണ്ടതുണ്ട്. ओम प्रकाश वाल्मीकि आधुनिक हिंदी साहित्य के एक दलित साहित्यकार है. ओम प्रकाश वाल्मीकि ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ ഒരു ദളിതനായ എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ ദളിത് സാഹിത്യകാരനാണ് എന്ന് പറയാം. ഉൻകാ ജന്മ 30 ജൂൺ 1950 में हुआ था. 1950 ജൂൺ 30-നാണ് ഓം പ്രകാശ് വാൽമീകി ജനിച്ചത്. उनकी मृत्यु 17 नवंबर 2013 में 17 नवंबर 2013 അദ്ദേഹം മരിച്ചത്. सदियों का संताप अब और नहीं, शब्द छूट नहीं बोलते आदि उनके कविता संग्रह है. അദ്ദേഹത്തിൻ്റെ കവിതാ സംഗ്രഹങ്ങളാണ് സദിയോं का संताप, अब और नहीं, शब्द छूट नहीं बोलते തുടങ്ങിയവ. ജൂഠൻ ഉൻകി ആത്മകഥ ഹെ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജൂഠൻ. ഈ ജൂഠൻ എന്നുള്ള ആത്മകഥ ഒരുപാട് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് പോയിട്ടുണ്ട്. തർജ്ജമ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ ആയിട്ട് പോയിട്ടുണ്ട് ജൂഠൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി. സലാം ഖുസ് പൈട്ടിയെ ആദി ഉൻകെ കഹാനി സംഗ്രഹ. സലാം ഖുസ് പൈട്ടിയെ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കഹാനി സംഗ്രഹങ്ങളാണ്. ओम प्रकाश वाल्मीकि की एक चर्चित कविता है बस बहुत हो चुका. ഓം പ്രകാശ് വാൽമീകിയുടെ വളരെ ചർച്ച ചെയ്യപ്പെട്ട കവിതയാണ് ബസ് ബഹൂത്ത് ഹോ ചുക്ക എന്ന കവിത. इसमें दलितों की यातना और रोष प्रकट है. ഇതിൽ ദളിതരുടെ കഷ്ടപ്പാടുകളും ദേഷ്യമൊക്കെയാണ് ഈ കവിതയിൽ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുക. നമുക്ക് കവിതയിലേക്ക് കിടക്കാം. जब भी देखता हूँ मैं झाड़ू या गंदगी से भरी बाल्टी कनस्तर किसी हाथ में, मेरी रगों में दहकने लगते हैं यातनाओं के कई हजार वर्ष एक साथ, जो फैले हैं इस धरती पर ठंडे रेत कणों की तरह. सबसे पहले हम कठिन शब्द को देखते हैं. അതിൽ ഏറ്റവും ടഫായ വേർഡ്സ് ഒക്കെ നോക്കാം നമുക്ക്. ചാടു. ചാടു का अर्थ क्या है? चूल, माची എന്നും പറയാം. ഗന്ദഗി. ഗന്ദഗി का अर्थ क्या है? മലിനത, അഴുക്ക്. ബാൾട്ടി. ബാൾട്ടി ബക്കറ്റ്. കനസ്തർ കപ്പ്. രഗ് ഞരമ്പ്. ശരീർ की നസ്. ദഹക്കന ജൽന തബന. ദെൻ ഹസാർ. ഹസാർ വർഷം പറഞ്ഞാൽ 1000 വർഷങ്ങൾ. യാതന. യാതന എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ. ധർത്തി. ധർത്തി का मतलब എർത്ത്, ഭൂമി. ഠണ്ടേ. ഠണ്ട എന്ന് പറഞ്ഞാൽ തണുത്ത. രേത്തുകൺ. രേത്തുകൺ എന്ന് പറഞ്ഞാൽ ബാലു, പൂഴി, മണൽ എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് ഇതിൻ്റെ മീനിങ്ങിലേക്ക്, ഇതിൻ്റെ സാരാംശത്തിലേക്ക് നമുക്ക് കിടക്കാം. കവി ഹംസെ कहते हैं कि जब वे किसी के हाथ में झाड़ू या गंदगी से भरी बाल्टी कनस्तर देखते हैं, तब उनके मन में यातनाओं के कई वर्ष एक साथ उमड़ आते हैं. കവി നമ്മളോട് പറയാണ്, എന്താ പറയുന്നത്? എപ്പോഴൊക്കെ അദ്ദേഹം ആരുടെയെങ്കിലും കയ്യിൽ ചാടു യാ ഗന്ദഗി സേ ഭരി ബാൾട്ടി കനസ്തർ ദേഖ്തേ ഹേ, മാച്ചി, അതുപോലെ അഴുക്ക് പുരണ്ട ബക്കറ്റ്, കപ്പും ഒക്കെ കാണുന്നത്, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കഷ്ടപ്പാടുകളുടെ ഒരുപാട് വർഷങ്ങളിങ്ങനെ പൊങ്ങി വരികയാണ്. എന്നിട്ടോ മെരി രഗോമേ ദഹക്കനെ ലഗത്തെ ഹേ ഇല്ലേ, അദ്ദേഹത്തിൻ്റെ രഘു പറഞ്ഞാൽ എന്താ? ഞരമ്പുകൾ ഇല്ലേ. അദ്ദേഹത്തിന് എന്താ പറഞ്ഞത്? ഉൻകി രഗോമേ ഉൻകി നസ്മേ രോഷക്കി ആഗ് ദഹക്കനെ ലഗത്തെ ഹേ ഇല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് അഴുക്ക് പുരണ്ട ബക്കറ്റ്, അതുപോലെ കപ്പ് അല്ലെ, അതുപോലെ ചൂലൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഞരമ്പുകളിൽ എന്താ വരുന്നത്? ദേഷ്യം അല്ലെ, ദേഷ്യത്തിൻ്റെ തീ അല്ലെ, ദേഷ്യമാകുന്ന തീ
ഇങ്ങനെ തിളക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അല്ലെ. എൻ്റെ മനസ്സിൽ എന്താണ് ദേഷ്യം ഇങ്ങനെ കയറി വരികയാണ്. പിന്നെന്താണ് യാതനാവൊക്കെ കൈ ഹസാർ വർഷ എക് സാത്ത് അല്ലേ. പിന്നെന്താണ് ജോ ഫൈലേ ഹെ ഇസ് ധർത്തി പർ ठंडे रेत कणों की तरह അല്ലേ. दर्द वर्ग जो पीड़ाएं एवं यातनाएं सहन कर रही है वो इस धरती पर ठंडे रेत कणों की तरह फैले हुए है. ദളിത് വിഭാഗം എന്ത് യാതനകളാണോ അല്ലെങ്കിൽ വേദനകളാണോ കഷ്ടപ്പാടുകളാണോ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ ഭൂമിയിൽ മൊത്തത്തിലായിട്ട് എന്താണ് തണുത്ത പൂഴിയെ പോലെ വ്യാപിച്ചു കിടക്കുകയാണ്. അതായത് ദളിത വിഭാഗങ്ങളെ എപ്പോഴും എന്താണ് ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെയുണ്ട്. പണ്ട് പുരാതന കാലം മുതലേ അവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കവി അത് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ തന്നെയാണ് ഇവിടെ നമ്മളോട് എന്ത് ചെയ്യുന്നത് വിവരിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. ദെൻ मेरी हथेलियाँ भीग भीग जाती है पसीने से, आंखों में उतर आता है इतिहास का स्याहपन अपनी आत्मघाती कुटिलताओं के साथ. मेरी हथेलियाँ ले कवि हमसे कहते हैं उनकी हथेलियाँ भीग भीग जाती है पसीने से ले. നമ്മളോട് പറയുകയാണ് എന്താണ് കവിക്ക് ഹതേലിയ പസീനെ സെ ബീഗ് ബീഗ് ജാത്തി ഹെ. ഹതേലിയ എന്ന് പറഞ്ഞാൽ ഉള്ളങ്കൈ അല്ലെ, ബീഗ് ജാന പറഞ്ഞാൽ നനയുക. ഓക്കെ, പസീന എന്ന് പറഞ്ഞ വിയർപ്പ്, സ്വെറ്റ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഉള്ളങ്കൈ വിയർപ്പ് കൊണ്ട് എന്താണ് നനഞ്ഞു പോവുകയാണ്. ആംഖോമെ ഉത്തറാത്താ ഹെ ഇതിഹാസ് ക്യാ സ്യാഹ് പൻ. ആങ്ക് അല്ലെ കണ്ണ്. ഓക്കെ, ഇതിഹാസ് ഹിസ്റ്ററി അല്ലെ ചരിത്രം. സ്യാഹ് പൻ എന്ന് പറഞ്ഞാൽ കാലിമ കറുപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പനി ആത്മഘാതി കുട്ടിലതാവുക്കെ സാത്ത്. ആത്മഘാതി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന. ഓക്കെ, കുട്ടിലത എന്ന് പറഞ്ഞാൽ എന്താ? വക്രത എന്ന് പറയാം. അതായത് ഈ ഏറ്റവും നമ്മൾ ഇപ്പോൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏറ്റവും കൊടിയ ക്രൂരതകളൊക്കെ അനുഭവിക്കേണ്ടുന്ന വിഭാഗമാണ് ദളിതർ എന്നുള്ള വിഭാഗം. അപ്പോൾ അവരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ വിഷമങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമെന്ന് പറയാം. എല്ലായ്പ്പോഴും അവരെ എന്താണ് താഴെ തട്ടിലുള്ള ആൾക്കാരെന്ന് ഉള്ള രീതിയിൽ മാറ്റി നിർത്തുകയാണ് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞ് വരുന്നത് ഇല്ലേ. സവർണ ലോകം കെ ദ്വാര ആജീവൻ जितनी क्रूरताएं दलितों को सहन करनी पड़ती है उस अनुभव ही കവി की കലം സെ ബാഹർ നികൽത്താ ഹെ അല്ലേ. അതായത് സവർണരുടെ അല്ലെ ക്രൂരതകൾ ദളിതർക്ക് ഒരുപാട് സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ആ ഒരു അനുഭവങ്ങളൊക്കെയാണ് കവിയുടെ പേനയിലൂടെ എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വരുന്നത് എന്ന് പറയാം. എല്ലായ്പ്പോഴും അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലായ്പ്പോഴും അവർക്ക് ഈ ക്രൂരതകളും അപമാനങ്ങളും ഒക്കെ സഹിക്കേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, देन झाड़ू थामे हाथों की सरसराहट साफ सुनाई पड़ती है भीड़ के बीच बियाबान जंगल में सनसनाती हवा की तरह. झाड़ू थामे हाथों की सरसराहट भीड़ के बीच में भी साफ सुनाई पड़ती है. किस तरह? बियाबान जंगल में सनसनाती हवा की तरह. അല്ലേ, എന്താ ഇവിടെ പറയുന്നത്? ചാടുക മാത്രം ചൂല് അല്ലേ, ഥാമേ പക്കടെ, ഹാത്തോങ്കി സർസരാഹട്ട് അല്ലേ. സർസരാഹട്ട് എന്ന് പറഞ്ഞാൽ ഈ ചൂല് കൊണ്ട് അടിച്ചു വാരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദം അല്ലേ. ചാടു സെ സഫായി करने पर जो आवाज़ निकलती है उसे സർസരാഹട്ട് हम कह सकते हैं അല്ലേ. അതായത് അടിച്ചു വാരുന്ന സമയത്ത് ക്ലീൻ മാറ്റിക്കൊണ്ട് ചൂല് കൊണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വോയിസ് അല്ലേ, അതിനെയാണ് സർസരാഹട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിയാബാൻ ഇല്ലേ, ബിയാബാൻ എന്ന് പറഞ്ഞാൽ എന്താ? മരുഭൂമി എന്നാണ് വേർഡ് മീനിങ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിജനമായ എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ജംഗൽ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് കാട്. ഓക്കെ, ഭീഡ് എന്ന് പറഞ്ഞാൽ ക്രൗഡ് ആൾക്കൂട്ടം ജനക്കൂട്ടം എന്നൊക്കെ പറയാം. ഓക്കെ, വിജൻ ജംഗൽ में सनसनाती हवा की तरह झाड़ू थामे हाथों की सरसराहट आज भी कवि की कानों में साफ सुनाई पड़ती है भीड़ के बीच में भी. എന്താ ഇവിടെ പറയുന്നത്? വിജനമായ കാട്ടിൽ അല്ലേ
ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിനെ പോലെ ഈ മാച്ചിയുടെ അടിച്ചുവാരുമ്പോൾ ഉണ്ടാകുന്ന ആ വോയിസ് ഇപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും കവിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു അല്ലേ. അതായത് എന്തുകൊണ്ടാണ് ബച്പൻ കെ ദിനോമേ ദളിത് ഹോനെ കെ നാത്തെ കവി ഏസാ കാം കർണേ കെ ലിയെ മജ്ബൂർ താ. അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവമാണ് ഇത് അല്ലേ. അതായത് ചൂലുകൊണ്ട് എന്നും വൃത്തിയാക്കുക എന്നുള്ളതാണ് ദളിതരുടെ ജോലിയായിട്ട് കണക്കാക്കുന്നത്. ക്ലീനിങ് ആണ് അവരുടെ ജോലിയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇവർക്ക് ദളിതർ എന്നുള്ള വിഭാഗത്തിന് എപ്പോഴും അവർ മാറ്റി നിർത്തപ്പെട്ട അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് ഈ സമൂഹത്തിൽ എന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിന് ഇല്ലേ വിദ്യാഭ്യാസത്തിനായിട്ട് സ്കൂളിൽ ഇല്ലേ പഠനത്തിനായി സ്കൂളിൽ എത്തുന്ന സമയത്തും അദ്ദേഹത്തിന് ഈ ഒരു നിഷേധവും അവഗണനയും ഒക്കെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. പഠിക്കാൻ വന്നിരിക്കുന്ന അവനെ അധ്യാപകർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂള് കോമ്പൗണ്ട് മുഴുവനും ടോയ്ലറ്റും എല്ലാം എല്ലാ ദിവസവും വൃത്തിയാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പഠനം മുടക്കുന്ന, അതായത് ഈ ഒരു ഭാഗം ഇങ്ങനെ ക്ലീനിങ് ചെയ്ത് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ഇതും അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചൂലും അല്ലെ അതുപോലെ തന്നെ ബക്കറ്റ്, ഈ കപ്പ്, ഇതൊക്കെ അദ്ദേഹത്തിന് അല്ലെ അഴുക്ക് പുരണ്ടതൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ തന്നെ അതാണ് അദ്ദേഹത്തിന് അനുഭവങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ആ ഒരു വേദനകളൊക്കെ അദ്ദേഹത്തിനെ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ദെൻ ഇത് ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത സ്റ്റാൻസയിലേക്ക് പോവുകയാണ്. വേ തമാം വർഷ വൃത്താകാർ ഹോക്കർ घूमते हैं करते हैं चलनी लगातार उंगलियों और हथेलियों को नस नस में समा जाता है ठंडा ताप. तमाम का अर्थ क्या है, സമ്പൂർണ്ണ, സാരെ, മുഴുവൻ എന്ന് പറയാം. ഘൂംന എന്ന് പറഞ്ഞാൽ കറങ്ങുക. ഓക്കെ, ചൽനി എന്ന് പറഞ്ഞാൽ ശരിക്കും വേർഡ് മീനിങ് അരിപ്പ എന്നാണ് വരുന്നത്. ഉങ്കലിയം പറഞ്ഞാൽ വിരലുകൾ, ഹതേലിയ എന്ന് പറഞ്ഞാൽ ഉള്ളംകൈ അല്ലെ. നെസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഞരമ്പ് അല്ലെ. ഓക്കെ, ठंडा ताप തണുത്ത താപം. ഓക്കെ, वे तमाम वर्ष वृत्ताकार होकर घूमते हैं लगातार चलनी करते हैं अल्ले. उंगलियों और हथेलियों को लगातार चलनी करते हैं. नस नस में समा जाता है ठंडा ताप. कवि के चारों ओर सारे वर्ष की पीड़ाएं घूम रही है. അദ്ദേഹം കടന്നു വന്ന വഴികൾ ഇല്ലേ, അതൊക്കെ ഓർക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ആ ഒരു വേദനകൾ ഇല്ലേ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഉനക്ക് ഉംഗലിയോം ഓർ ഹതേലിയോം കോ ലഗാതാർ ചലനി കർത്തേ ഹേ അല്ലേ. അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് എപ്പോഴും അടിച്ചുവാരി ഇല്ലേ വേദനകളാണ് കൈകളിലുള്ളത് ഇല്ലേ. അതൊക്കെ ആണ് മനസ്സിലേക്ക് എന്ത് വരുന്നത്, ഓരോ സീൻ കാണുന്ന സമയത്ത് മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയാം. ഓക്കെ, ഉംഗലിയോം ഓർ ഹതേലിയോം കോ ലഗാതാർ എന്ന് പറഞ്ഞാൽ നിരന്തരം, കണ്ടിന്യൂസ് ആയിട്ട്, ചലനി കർത്തേ ഹേ. അദ്ദേഹത്തിൻ്റെ കൈകൾ ഇല്ലേ, നമ്മൾ ചൂല് കൊണ്ട് അടിച്ചു കൈ കൊണ്ട് പിടിച്ചിട്ടാണല്ലോ, കൈകളിൽ പിടിച്ചിട്ടാണ് അല്ലെ, ചൂല് കൈകളിൽ പിടിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. സ്കൂളിൽ രാവിലെ ടു വൈകുന്നേരം വരെ അദ്ദേഹത്തിന് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടായി വന്നിട്ടുണ്ട്. സ്കൂളിൻ്റെ അകം, അതുപോലെ ക്ലാസ് മുറികൾ, അതുപോലെ കോമ്പൗണ്ട്, അതുപോലെ ടോയ്ലറ്റ് എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിനുണ്ട് അല്ലേ. ആ ഒരു അനുഭവങ്ങളൊക്കെയാണ് ഒരു വ്യക്തി ഇങ്ങനെ ചൂലെടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെ, ബക്കറ്റ്, അതുപോലെ കപ്പ്, ഇതൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു അനുഭവങ്ങൾ കൂടി അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യാണ്, ആ ഇമോഷനിൽ കൂടി അദ്ദേഹം കടന്നു പോവുകയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞരമ്പുകളിൽ ഒരു തണുത്ത താപമാണ് ഉണ്ടാവുന്നത് അല്ലേ. അതായത് ഉനക്കെ നസ് നസ് മേ രോഷ് സെ താപ് ആതാ ഹൈ, അതായത് രക്തം തിളക്കുകയാണ് എന്ന് പറയാം അല്ലേ. ആ ഒരു കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, പ്രതികരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അല്ലേ. കവി ബോഗ ഹുവ യഥാർത്ഥ കെ ബാരമേ കഹത്തെ ഹേ. കവി ശരിക്കും നമ്മളോട് സംസാരിക്കുന്നത്, അദ്ദേഹം അനുഭവിച്ച ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മുടെ മുന്നിൽ അദ്ദേഹം വിവരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഗഹരി പഥരീലി നദി മേ असंख्य मूग पीड़ाएं कसमसा रही है, मुखर होने के लिए रोष से भरी हुई. ഗഹരി പഥരീലി നദീമേ. ഗഹരി എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള, പഥരീലി എന്ന് പറഞ്ഞാൽ കല്ലുകൾ നിറഞ്ഞ, അസംഖ്യ എണ്ണമറ്റ, മൂഗ് എന്ന് പറയുമ്പോൾ നിശബ്ദമായ, പീഡായും വേദനകൾ, കസ്മസാരഹീഹെ എന്ന് പറഞ്ഞാൽ തിക്കിത്തിരക്കുക, അതായത് വീർപ്പുമുട്ടുക എന്നൊക്കെ പറയാം. ഓക്കെ, അതായത് ആഴത്തിലുള്ള കല്ലുകൾ നിറഞ്ഞ നദിയിൽ
അസംഖ്യമായ അല്ലെ, അതായത് എണ്ണമറ്റ നിശബ്ദമായ വേദനകൾ തിക്കിത്തിരക്കുകയാണ്. എന്തിനാണ് തിക്കിത്തിരക്കുന്നത്? ക്യോ കസ്മസാ രഹി ഹേ മുഖർ ഹോനെ കെ ലിയേ രോഷ് സേ ബരി ഹുയി. രോഷ് സേ ബരി ഹുയി മുഖർ ഹോനെ കെ ലിയേ, അതായത് എന്താണെന്ന് പറയുന്നത്, दलितों को अनेक मुंह का पीड़ाएं है, वो पीड़ाएं കസ്മസാ രഹി ഹെ ബാഹർ നിക്കൽനെ കെ ലിയേ. അതായത് എന്താണ്, ഒരുപാട് ദുഃഖങ്ങൾ ഇല്ലേ, അദ്ദേഹത്തിന്റെ എന്താണ് അപമാനങ്ങൾ, നിഷേധങ്ങൾ, അവഗണനകൾ എല്ലാം ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ഉള്ളിൽ ഇല്ല നിറച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ അല്ലെ. അപ്പൊ അത് ഒരു ദിവസം എന്ത് ചെയ്യും, പുറത്തേക്ക് വരും അല്ലെ. ആ ഒരു വേദന, നമ്മൾ എന്ത് വേദന ആയാലും നമ്മളെ ഉള്ളിൽ ഇങ്ങനെ അമർത്തി വെച്ചാൽ ഒരു ദിവസം എന്ത് ചെയ്യും, പൊട്ടിത്തെറിക്കുന്ന പറയാ അല്ലെ. അതായത് ആ ഒരു രീതിയിൽ ഇല്ലേ അതിന്റെ ഉള്ളിൽ എന്താണ് ഇത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ. അതായത് നദിയിലെ കല്ലുകൾ ഇല്ലേ, കല്ലുകൾ നിറഞ്ഞ അല്ലെ. ഇപ്പൊ നദിയിലെ കല്ലുകൾ എടുത്താൽ നമുക്ക് എടുത്ത് നോക്കാൻ വേണ്ടി പറ്റുമ്പോൾ എങ്ങനെയായിരിക്കും, നല്ല മിനുസമുള്ള കല്ലുകളായിരിക്കും അല്ലെ. ആ മിനുസമുള്ള കല്ലാവാൻ വേണ്ടിയിട്ട് ആ കല്ല് എന്തുമാത്രം വേദന സഹിച്ച് കാണും അല്ലെ. ആദ്യം നദിയിൽ വീണ സമയത്ത് എങ്ങനെയായിരിക്കും, കൂർത്ത കല്ലായിരിക്കും അല്ലെ. ഒരു പാറയിൽ നിന്ന് പൊട്ടി വീണ സമയത്ത് ഇപ്പോൾ കൂർത്ത വലിയ കല്ലായിരിക്കാം. അത് വർഷങ്ങൾ ഇല്ല എന്ത് ചെയ്തു, ആ നദിയിലൂടെ ഒഴുകി ഇല്ല അതിന്റെ എന്താണ് ആ കൂർത്ത ഭാഗങ്ങളൊക്കെ എന്തായി, ഒരഞ്ഞ് അല്ലെ എന്തായി, അവസാനം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാവും, വളരെ മിനുസമേറിയ കല്ലായി മാറിയിട്ടുണ്ടാവും അല്ലെ. ആ കല്ലിനും ചില സമയത്ത് ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ തലമുറകൾ അല്ലെ, കഴിഞ്ഞുപോയ തലമുറകൾ, അവർക്കൊക്കെ ഒരുപാട് അല്ലെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ദളിതർ എന്നുള്ള വിഭാഗം അല്ലെ, നമ്മുടെ ഹിസ്റ്ററി പരിശോധിക്കാൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എപ്പോഴും മാറ്റി നിർത്തപ്പെട്ട വിഭാഗമാണ്. എല്ലായ്പ്പോഴും അവര് ദാസ്യവേലകളും അല്ലെ ദാസനും ദാസിയൊക്കെ ആയിട്ടാണ് ജീവിച്ചത്. എപ്പോഴും മാറ്റി നിർത്തപ്പെട്ട വിഭാഗമാണ്, എപ്പോഴും അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ്. ഓക്കെ, അപ്പൊ അവര് എന്താന്ന് പറയുന്നത്, അതൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ദേഷ്യവും സങ്കടവും അല്ലെ എല്ലാം പുറത്തേക്ക് ഒഴുകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് അവരുടെ ഉള്ളിൽ എന്ന് പറയാം. ബസ് ബഹുത് ഹോ ചുക്കാ അല്ലെ. ആഖിർ കവി കഹത്തെ ഹെ കി സഹൻ കി ഏക് സീമാ ഹേ അല്ലെ. കവി നമ്മളോട് പറയാണെന്ന് എല്ലാത്തിനും അവസാനം നമ്മൾ പറയുന്നത് എന്താ, സഹിക്കുന്നതിനും ഒരു അതിരുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. അഭി തക്ക് വോ സബ് കുച്ച് സഹൻ കർ ചുകാ ഹേ അല്ലെ. ഇതുവരെ എന്താണ്, അവരെല്ലാം സഹിച്ച് തന്നെയാണ് നിന്നത് അല്ലെ, എല്ലാം സഹിക്കുകയാണ് ചെയ്തത്. പിന്നെയോ അതാണ് ബസ് ബഹുത് ഹോ ചുക്ക എന്ന് പറയുന്നത്. ഇതെല്ലാം സഹിച്ചു കഴിഞ്ഞു, ഇനി പറ്റില്ല അല്ലെ. ചുപ്പ് രഹന നേർത്തക് പടേ പത്ഥർ അല്ലെ. ചുപ്പ് രഹന വ്യർത്ഥ ഹേ അല്ലെ, തിരിച്ചറിയാണ്. എന്താണ് തിരിച്ചറിയുന്നത്, വേ സമച്ചത്തെ ഹേ ക്യാ സമച്ചത്തെ ഹേ, അവരെന്താ മനസ്സിലാക്കുന്നത്, ചുപ്പ് രഹന വ്യർത്ഥ ഹേ അല്ലെ, മിണ്ടാതിരിക്കുക എന്നുള്ള എന്താണ്, വ്യർത്ഥമാണ് അല്ലെ. കവി കവി നിരർത്ഥക് പത്ഥർ ബി കാം മേ ആയേഗ ദുഃഖി ജനോ കെ ലിയേ അല്ലെ. അബ് നിരർത്ഥക് പടേ പത്ഥർ അബ് കാം ആയെങ്കെ സംതപ്ത് ജനോ കെ. സംതപ്ത ജൻ എന്ന് പറഞ്ഞാൽ എന്താ, ദുഃഖിതരായ ജനങ്ങൾ അല്ലെ, കഷ്ടപ്പെടുന്ന ജനങ്ങൾ, ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളാണ് സംതപ്ത ജൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, കാമായെങ്കെ പറഞ്ഞാൽ എന്താ, പ്രയോജനപ്പെടുക അല്ലെ. അതായത് ദുഃഖിതരായ ജനങ്ങൾക്ക് ഉപയോഗശൂന്യമായ കല്ലുപോലും എന്ത് ചെയ്യും, പ്രയോജനപ്പെടും ഇല്ലേ. അതുകൊണ്ട് വലിച്ചെറിയാൻ വേണ്ടി പറ്റില്ലേ, മറ്റൊരാൾക്ക് നേരെ നമുക്ക് ചെറല് വാരി എറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ, രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി പറ്റുക, ധർമ്മവീർ ഭാരതിയുടെ ഒരു കവിതയുണ്ട് അല്ലെ, ടൂട്ടാ പഹിയ. അതിലെന്താ പറയുന്നത്, അർജുനന്റെ മകനായ അഭിമന്യു അല്ലെ ചക്രവ്യൂഹത്തിൽ പെടുന്ന സമയത്ത് അവസാന നിമിഷം വരെ പോരാടാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ടൂട്ടാ പഹിയ അല്ലെ. ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞാൽ എന്താ, പൊട്ടിയ ചക്രം ഇല്ല, അതുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ജീവിതത്തിൽ അന്ന് ആ യുദ്ധത്തിനെതിരായിട്ട് അല്ലെ, അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, എന്താണ്, ഉപയോഗശൂന്യമായ കല്ലുകൾ പോലും ആവശ്യമായിട്ട് വരും അല്ലെ. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ചിലപ്പോൾ അതിനെ കൊണ്ട് ചിലപ്പം നേട്ടം ഉണ്ടായേക്കും. അതായത് എന്താ കവി പറയുന്നത്, നമ്മുടെ എന്താ പറയുന്നത്, അന്യായിക്ക് ഖിലാഫ് ആവാസ് ഉടാനാ ഹി ചാഹിയെ അല്ലെ. കവി പറയുന്നത് എന്താണ്, അന്യായത്തിനെതിരായിട്ട് എന്ത് ചെയ്യണം, ശബ്ദമുയർത്തണം എന്നാണ് കവി പറയുന്നത്. യഹം ദളിതോം കി യാതനായെ പ്രതിശോധിക്കി ആഗമേം ബദൽ ജാതി ഹേ. ഇവിടെ ദളിതരുടെ വേദനകൾ, കഷ്ടപ്പാടുകൾ എന്താണ്, പ്രതികാരത്തിന്റെ തീയായിട്ട് മാറുകയാണ് അല്ലെ. പ്രതിശോധം എന്ന് പറഞ്ഞാൽ എന്താ, പ്രതികാരം. ആഗ് എന്ന് പറഞ്ഞാൽ തീ അല്ലെ. പ്രതിശോധിക്ക് ആഗമേം ബദൽ ജാതി ഹേ അല്ലെ, പ്രതികാരത്തിന്റെ തീയായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് ഇവിടെ ലാസ്റ്റ് ലൈനിൽ അല്ലെ. അപ്പൊ തിരിച്ചറിയണെന്ത്, ചുപ്പ് രഹ്ന വ്യർത്ഥ ഹേ, മിണ്ടാതിരിക്കാന്നുള്ളത് എന്താണ്, വ്യർത്ഥമാണ്. ആവാസ് ഉടാനാ ഹി ചാഹിയെ അല്ലെ, മിണ്ടാതിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. അന്യായത്തിനെതിരെ എന്ത് ചെയ്യണം, ശബ്ദം ഉയർത്തണം അല്ലെ. അകലി പീഡിക്ക് ബലായ് കേലി ആവാസ് ഉടാനാ ചാഹിയെ അവർ പരിവർത്തൻ ലാനാ ചാഹിയെ അല്ലെ. അടുത്ത തലമുറക്ക് വേണ്ടി അല്ലെ, അടുത്ത തലമുറയുടെ നന്മക്ക് വേണ്ടി എന്ത് ചെയ്യണം,
ശബ്ദമുയർത്തണം അല്ലേ. അത് മാത്രമല്ല എന്ത് ചെയ്യണം, ഈ തുടരുന്ന ഇതിൽ എന്ത് വരുത്തണം, മാറ്റം കൊണ്ടുവരണം അല്ലേ. അതായത് ഒരുപാട് അല്ലേ, ഹസാർ വർഷ അല്ലേ, എക് സാത്ത് നേരത്തെ പറയുന്നുണ്ട്. അതായത് എന്താ, ഒരു ആയിരക്കണക്കിന് വർഷമായിട്ട് ഇവർ എന്ത് ചെയ്യാണ്, ഈ ഒരു വിഷമത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് എന്ത് ചെയ്യണം, മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം, ശബ്ദമുയർത്തേണ്ടതുണ്ട്, പ്രതികരിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പം എന്ത് ചെയ്യണം, ഇവരും മിണ്ടാതിരിക്കുകയാണ്, അടുത്ത തലമുറക്കും അതിനെ കൊണ്ട് നേട്ടം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതിലെ മാറ്റം അനിവാര്യമാണ്. അപ്പോൾ ഇവർ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. പ്രസ്തുത കവിതാമേ ദളിതോं की മുക്തി കാമന ഹേ, ഇതിലെന്താ പറയുന്നത്, ദളിതരുടെ മോചനം അല്ലേ, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെയോ अपनी मुक्ति के लिए दलितों को खुद संघर्ष करना पड़ेगा അല്ലെ. അവർക്ക് മോചനം ലഭിക്കണമെങ്കിൽ അവർ തന്നെ എന്ത് ചെയ്യണം, സംഘർഷത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കവിതയിൽ ബസ് ബഹുത് ഹോ ചുക്ക എന്നുള്ള കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് സപ്രസംഗ വ്യാഖ്യ അനോട്ടേഷനൊക്കെ ഈ ഒരു ലാസ്റ്റ് 5 ലൈൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ബസ് ബഹുത് ഹോ ചുക്ക, ചുപ്പ് രഹ്ന നിരർത്ഥക പടേ പത്തർ, അബ് കാം ആയെങ്കെ സംതപ്ത് ജനമൊക്കെ ഇല്ലേ. അതായത് ഈ കവി എന്താണ് തിരിച്ചറിയുക ചെയ്യുന്നത് ഇല്ലേ. അതായത് മിണ്ടാതിരിക്കുക എന്നുള്ളത് എന്താണ്, മിണ്ടാതിരിക്കുക വ്യർത്ഥമാണ് ഇല്ലേ. എന്ത് ചെയ്യണം, അന്യായത്തിനെതിരായിട്ട് എന്ത് ചെയ്യണം, ശബ്ദം ഉയർത്തേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇല്ലേ. അതാണ് അവസാനം ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ 5 ലൈന് അനോട്ടേഷനായി വന്നിട്ടുള്ളതാണ്. വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കവിത ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഭാഗം വീണ്ടും പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ലൈക്കും അതുപോലെ കമൻറ്റുമാണ് ഇനിയും വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.